എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാവർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. യോഹന്നാൻ്റെ വെളിപ്പാടുകളുടെ സമാഹാരമായ വെളിപ്പാട് പുസ്തകത്തിൽ 21 അധ്യായം 1 വാക്യത്തിലാണ് കാണുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. Then I saw a new heaven and a new earth, for the first heaven and the first earth passed away. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ വായിച്ചത്. ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അടുത്ത സ്റ്റേറ്റ്മെൻ്റ്, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും പോയി. അതെന്താണ് ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് ഒന്നാമത്തെ ആകാശം, ഒന്നാമത്തെ ഭൂമി? ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. യഥാർത്ഥത്തിൽ ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ബിംബമാണ് യെരുശലേം ദേവാലയം. ന്യായപ്രമാണം അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗം നീങ്ങിപ്പോകുന്നത് AD 70 റോമൻ സൈന്യം യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയും മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒലിവുമല പ്രഭാഷണത്തിൽ യേശു പറയുന്ന എല്ലാ പ്രവചനങ്ങളും അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് വരുന്ന AD 70 യെരുശലേം ദേവാലയം പൂർണ്ണമായി തകർക്കപ്പെടുന്നു. ന്യായപ്രമാണത്തിൻ്റെ മോശയുടെ നിയമങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ യാഗങ്ങളുടെ പൂർണ്ണമായ പൂർത്തീകരണം നിവർത്തീകരണം നടക്കുന്നത് AD 70. യെരുശലേം ദേവാലയത്തെ ആകാശവും ഭൂമിയും, ആകാശം എന്നതിന് പലപ്പോഴും ഇംഗ്ലീഷിൽ ഹൈറ്റ്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമി എന്നുള്ളത് എർത്ത് എന്ന രീതിയിൽ തന്നെയാണ്. യെരുശലേമിൻ്റെ പൂർണ്ണമായ നാശം, യെരുശലേം ദേവാലയത്തിൻ്റെ പൂർണ്ണമായ നാശമാണ് AD 70 സംഭവിച്ചത്. അതാണ് യോഹന്നാൻ കാണുന്നത്. ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല, ഇനി എന്നോ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് 2025 ഇരുന്നിട്ട് ഇനി എന്നോ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു എന്ന അർത്ഥത്തിലല്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിഞ്ഞു. അത് ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനത്തോടെ, ദൈവരാജ്യം യേശു ഉദ്ഘാടനം ചെയ്യുന്നു. അതിവിടെ 2 വാക്യത്തിലുണ്ട്. പുതിയ യെരുശലേം, അത് ചർച്ച്, സഭ എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആൻഡ് ഐ സോ ദ ഹോളി സിറ്റി ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം. ഒന്നാമത്തേത്, പഴയത് നീങ്ങിപ്പോയിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാം, പുതിയത് വരാൻ വേണ്ടി പഴയത്, ന്യായപ്രമാണം, ന്യായപ്രമാണത്തിൻ്റെ ബിംബമെന്ന് പറയുന്നത് യെരുശലേം ദേവാലയമാണ്. AD 70 അത് റോമൻ സൈന്യം തകർക്കുന്നു, കല്ലിന്മേൽ ശേഷിക്കാതെ. യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അതെപ്പോൾ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നു AD 70. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പുതിയ ജെറുസലേം, അതായത് യേശുക്രിസ്തുവിൻ്റെ
സഭ. ഇനി നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സഭ ഇവിടെയുണ്ട്. പുതിയ ആകാശം, പുതിയ ഭൂമി, ആ പുതിയ ഉടമ്പടി, പുതിയ നിയമം, അത് ഇവിടെ വന്നു കഴിഞ്ഞു, ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പുതിയ ആകാശത്തിൻ്റെ കീഴിലും പുതിയ ഭൂമിയിലും ചവിട്ടിയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള വലിയ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട്, ആളുകളെ ഭയപ്പെടുത്തി, ആളുകളെ ഭ്രമിപ്പിച്ചുകൊണ്ട്, ഇനിയും വരാൻ പോകുന്ന എന്തോ കാര്യമാണെന്ന് പറഞ്ഞ് ആളുകളെ വല്ലാതെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അതിൻ്റെ നന്മകളിലാണ് നാം ജീവിക്കുന്നത് എന്ന സത്യം പലരും മറച്ചു വയ്ക്കുകയാണ്. ഫ്യൂച്ചറിസ്റ്റുകളാണ് ഇത്തരത്തിൽ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യരെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ അടിമകളാക്കുന്നത്. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിഞ്ഞു. സഭ, ചർച്ച് ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഭരണം ഓരോ ദിവസവും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഭൂമി മുഴുവനും നിറയുന്ന ആ മഹത്വകരമായ ആ ദിനം, ആ ദിനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ നീതി കൊണ്ട് നിറയുന്നു, സത്യം കൊണ്ട് നിറയുന്നു, സ്നേഹം കൊണ്ട് നിറയുന്നു, കരുണ കൊണ്ട് നിറയുന്നു, ദയ കൊണ്ട് നിറയുന്നു. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയും സത്യവും സ്നേഹവും കരുണയും ദൈവത്തിൽ ഉള്ള എല്ലാം, ആ വെളിച്ചം മുഴുവനും ഈ ഭൂമിയിൽ നിറയുന്ന സമയത്ത്, അതിനാണ് മഹത്വകരമായ ആ ഒരു വലിയ ദൈവത്തിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി എല്ലാ സിസ്റ്റത്തെയും ദൈവം ഉപയോഗിക്കും. രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിക്കും, മത നേതാക്കളെ ഉപയോഗിക്കും. ഈ ഭൂമിയിൽ എന്തൊക്കെ സിസ്റ്റമുണ്ടോ, ടെക്നോളജി ഉപയോഗിക്കും, ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദൈവം ഉപയോഗിക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളെ, ഭരണ സംവിധാനങ്ങളെ, സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള എല്ലാ സംഘടനകൾ, UN, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങി സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ സത്യത്തെ, ഈ ധർമ്മത്തെ, ഈ സ്നേഹത്തെ, ഈ നീതിയെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും, ദൈവരാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും, മൂല്യങ്ങളും, അതിൻ്റെ വാല്യൂസ്, ആ വാല്യൂസ് സിസ്റ്റം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ചർച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ചർച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ഇനിയും പുതിയ ആകാശവും പുതിയ ഭൂമിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2-ാം വാക്യത്തിൽ പുതിയ യെരുശലേം, അതാണ് സഭ എന്ന വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇനി വരാനിരിക്കുന്നതല്ല, ഓൾറെഡി നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതിനി നടക്കാൻ പോകുന്നൊരു സംഭവമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ സാമൂഹ്യ ക്രമങ്ങൾ, അസന്തുലിതമായ അവസ്ഥകൾ, ഇന്ന് നമ്മൾ ലോകം ഫേസ് ചെയ്യുന്ന എല്ലാ അരക്ഷിതമായ അവസ്ഥകളും ദൈവരാജ്യത്തിൻ്റെ വരവോടെ ദൈവരാജ്യത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ തിന്മയുടെ ശക്തികളെയും അരക്ഷിതമായ അവസ്ഥകളെയും എല്ലാ നെഗറ്റീവിനെയും സഭ പരാജയപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോഴാണ്
സഭ ജയാളിയായി ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ഒരു പുതിയ ആകാശത്തിന് വേണ്ടിയും പുതിയ ഭൂമിക്ക് വേണ്ടിയും നിങ്ങൾ നോക്കിയിരിക്കേണ്ട. നീതിയുടെ വക്താക്കളായി ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുക. ദൈവരാജ്യത്തിൻ്റെ ആ ക്ലൈമാക്സിലേക്ക് ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, തേജസ് കൊണ്ട്, നീതി കൊണ്ട്, സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് നിറയാൻ പോകുന്നു. ഇതാണ് നിങ്ങൾ ഘോഷിക്കേണ്ട സുവിശേഷം. ദൈവം നിങ്ങളെ ന്യായവിധിക്കാൻ വരുന്നു എന്ന് പറയുന്ന സുവിശേഷമല്ല. ദൈവരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിഞ്ഞു. AD 70 ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയോടെ റോമൻ സൈന്യം ന്യായപ്രമാണത്തിൻ്റെ ബിംബമായിരുന്ന യെരുശലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിച്ചതോടെ ന്യായപ്രമാണ യുഗത്തിന് അന്ത്യം വന്നു കഴിഞ്ഞു. ന്യായപ്രമാണം അവസാനിച്ചത് AD 70 ന്യായപ്രമാണ യുഗം അവസാനിച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ അല്ല. AD 70 ന്യായപ്രമാണത്തിൻ്റെ സിംബലായ ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ചയോടെ ന്യായപ്രമാണ യുഗം അവസാനിക്കുകയാണ്. യുഗാവസാനം, അതാണ് യുഗാവസാനം, അല്ലാതെ ഇനി വരാൻ പോകുന്നതല്ല. എൻഡ് ഓഫ് ദി ഏജ് എന്ന് പറയുന്നത്, ലോകാവസാനത്തോളം എന്നൊക്കെ പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഏജ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ അന്ത്യമാണ്. AD 70 സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും കീഴിലാണ് നാം ആയിരിക്കുന്നത്. കാരണം സഭ പുതിയ ആകാശം പുതിയ ഭൂമിയും. ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ആലങ്കാരികമായി അലിഗോറിക്കലായിട്ടുള്ള ഒരു പദമാണ് ആകാശവും ഭൂമിയും. ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ അത് ജെറുസലേം ടെമ്പിളിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ യഹൂദന് ഇത് കൃത്യമായി മനസ്സിലായി. യഹൂദന്മാർക്ക് മനസ്സിലായി. ആരാണോ ഓഡിയൻസ്, ആ ഓഡിയൻസിന് പിടികിട്ടി. ഓഡിയൻസ് റെലവൻസ് അറിയാതെ, കോണ്ടെക്സ്റ്റ് അറിയാതെ ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള അപാകതകൾ വരുന്നത്. റീറ്റോറിക്കൽ ഡിവൈസസ്, ലിറ്റററി ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ടത്. ആ തരത്തിൽ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറയുന്നത് ബൈബിളിൻ്റെ കാര്യമല്ല. ആകാശവും ഭൂമിയും മാറിപ്പോകുന്നവരെ ഈ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ ബൈബിളിൻ്റെ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. 66 പുസ്തകങ്ങളുടെ കാര്യമല്ല. നമുക്കറിയാം വള്ളി പുള്ളി എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ ഹീബ്രു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുത്തുണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ വള്ളിയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നവരെ എന്ന് പറഞ്ഞാൽ യഹൂദനത് മനസ്സിലായി. അത് എന്തിനെക്കുറിച്ചാണ്? അത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടമായിരുന്നു ജെറുസലേം ദേവാലയം. അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും. ആകാശം എന്നുള്ളത് ഹൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ്സ്. അല്ലാതെ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുന്നു, ഇനിയും വരാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുന്നു, അതുകൊണ്ട് അതിനിയും വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് വരാൻ പോകുന്ന യാഥാർത്ഥ്യമല്ല. ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് ഈസ് എ പ്രസൻറ്റ് റിയാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂച്ചർ thing, it is a present reality. You can experience the new heaven and new earth. അത് സഭയാണ്. അതിനാണ് സഭയെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഭാവിയിൽ എന്നോ പണ്ട് ഇങ്ങനെ ആകാശത്തിലേക്ക് നമ്മൾ പറന്നു പോകാനിരിക്കുന്നവരാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മേഘപ്രത്യക്ഷത എന്ന് പറഞ്ഞ കുറേ ആളുകൾ വെറുതെ ആളുകളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ മേളിലോട്ട് പറന്നു പോകും. പിന്നെ എന്തിനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയത്? ദൈവം ഇത്രയും മനോഹരമായി ഇതുവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ, എന്തിനാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? ഇവിടെ നിന്ന് പറന്നു പോകാനാണെങ്കിൽ
ഈ മധ്യാകാശത്തിലേക്ക് പോകാനാണെങ്കിൽ എന്തിനാണ് ഇത്ര അത്ഭുതകരമായി ശാസ്ത്രലോകത്തിന് പോലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചു പോലും ഈ പ്രപഞ്ചത്തിൻ്റെ മഹാത്ഭുതങ്ങളെ, രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് പെട്ടെന്ന് യേശു വന്നിട്ട് എല്ലാവരെയും മേളിലോട്ട് ഇങ്ങനെ പറത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്ന കഥ, അത് പ്രചരിപ്പിക്കുകയല്ല ദൈവരാജ്യത്തിൻ്റെ ഉദ്ദേശം. ദൈവരാജ്യം എന്ന് പറയുന്നത് അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. സഭ, ഞാൻ പറഞ്ഞു, പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത്, ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് അതൊരു ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ആകാശം, ഹൈറ്റ്സ് ആൻഡ് എർത്ത് എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമായിരുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്തവരൊന്ന് കേൾക്കാൻ വേണ്ടി പറയാം. ജെറുസലേം ദേവാലയം AD 70 മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒലിവറ്റ് ഡിസ്കോഴ്സ്, ഒലിവുമല പ്രഭാഷണത്തിൽ യേശു പറയുന്നത് ഈ ആലയം, ജെറുസലേം ദേവാലയം കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം പോകുമെന്ന് പറയുന്ന പ്രവചനം AD 70 നിറവേറി. അപ്പോൾ AD 70 ജെറുസലേമിൻ്റെ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ ഓഫ് ജെറുസലേം ബൈബിളിൽ എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രകാരന്മാരായ ജോസിഫസ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 70 ജെറുസലേമിൽ എന്താണ് സംഭവിച്ചത്. മത്തായി 24-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നടന്നു കഴിഞ്ഞ സംഭവങ്ങളെ ഇനിയും നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുകയാണ്, ആളുകളെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനിയും നടക്കാനിരിക്കുന്ന സംഭവമല്ല ഇത്. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇഫ് ന്യൂ ഹെവൻസ് ആൻഡ് എർത്ത് ഈസ് എ റിയാലിറ്റി, വൈ ഡു വി ലുക്ക് ഫോർ എ ഫ്യൂച്ചർ ഹോപ്പ്? നമ്മുടെ ഫ്യൂച്ചർ ഹോപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമി മുഴുവനും നിറയുന്നതാണ്. ആ ഗ്ലോറിയസ് റിട്ടേൺ എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, സത്യം അങ്ങ് പറന്നു പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമി ജീവിക്കുന്നത്? പറന്നു പോകും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ എന്തിനാണ് ദൈവത്തിൻ്റെ രാജ്യത്തെ ദൈവം ഈ ഭൂമിയിൽ? കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ഭൂമിയിൽ പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകണം. അതിനാണ് സഭ. ചർച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ സ്നേഹം തമ്മിലടിക്കത്തില്ല. ഇത്രയും സഭകൾ ഇവിടെ ഉണ്ടാകത്തില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സഭ ഒരിക്കലും ഉണ്ടാകത്തില്ല. സത്യം, നീതി, കരുണ, ദയ, ഇതെല്ലാം ഈ ഭൂമിയിൽ വേണം. ഇതൊന്നുമില്ലാതെ ഏത് സ്വർഗത്തിലാണ് ഇവിടെ കുറേ ആൾക്കാരെ കൊണ്ടുവരാൻ പോകുന്നത്? ഇത് ജനങ്ങളെ കളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഏത് സ്വർഗത്തിലാണ് സത്യമില്ലാതെ, നീതിയില്ലാതെ, ന്യായമില്ലാതെ തമ്മിലടിച്ച് സഭയുണ്ടാക്കി ഓരോ മുക്കിന് സഭയുണ്ടാക്കുന്ന വ്യക്തികൾക്ക് ഏത് സ്വർഗമാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? സ്നേഹമില്ലാതെ, യേശുവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ പറ്റാതെ ഞാൻ ഉൾപ്പെടെ ചോദിക്കുകയാണ്. ഈ സ്നേഹമില്ല, ദൈവസ്നേഹമില്ലാതെ സഭയം പിളർത്തി, ഒരുപാട് സഭയുണ്ടാക്കി, മുക്കിന് സഭയുണ്ടാക്കി, കാഹളം ധ്വനിക്കുമെന്ന് പറയുന്നത് ഈ പച്ചക്കള്ളം പറഞ്ഞ് ആരെയാണ് പറ്റിക്കുന്നത്? തലയ്ക്കകത്ത് അല്പമെങ്കിലും തലച്ചോറെന്ന് പറയുന്ന സാധനം ആക്റ്റീവായിട്ടുള്ള ആരെയും പറ്റിക്കാൻ സാധിക്കില്ല. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ മനുഷ്യനെ കളിപ്പിച്ച് പേടിപ്പിച്ച് കുറേ ആളുകളെ ആ ഭയത്തിൽ, ആ സ്പിരിറ്റ് ഓഫ് ഫിയർ കൊണ്ടുവന്നിട്ട് അവരെ മാനസികമായി തളർത്തി കളഞ്ഞിട്ട് അവരെ ഭയപ്പെടുത്തി, അവരെ ശപിച്ച്, അവരെ പേടിപ്പിച്ച് കുറേ ആളുകളെ മയക്കി മായാവലയത്തിലാക്കി
പുതിയ ആകാശവും പുതിയ ഭൂമി വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെല്ലാം നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുകയാണ്. വെറുതെയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും ആ ഒരു സാന്നിധ്യത്തെ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ സഭയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളുടെ സഭ യഥാർത്ഥത്തിലുള്ള സഭയല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ ചർച്ച് ഒരു ഒറിജിനൽ ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ എൻ്റെ സഭയ്ക്കകത്തേക്ക് കയറുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അത് ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്യും. യഥാർത്ഥ ചർച്ച് ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ട്രാൻസ്ഫോം ചെയ്യും, ആ കമ്മ്യൂണിറ്റിയെ മുഴുവൻ ചേഞ്ച് ചെയ്യും. സോഷ്യൽ ചേഞ്ച് ഉണ്ടാകും, സാമൂഹ്യ നീതി ഇവിടെ ഉണ്ടാകും. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നു, ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് ആൾക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു, ഒരു സഭ പിളർത്തി വേറൊരു സഭ ഉണ്ടാക്കുന്നു. ഇതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലോട്ട് ഉണ്ടാക്കി വേറൊരു സഭ ഉണ്ടാക്കുക. ഈ പല സഭയിൽ നിന്നും ആൾക്കാരെ മോഷ്ടിച്ചുകൊണ്ട് പുതിയ സഭ ഉണ്ടാക്കുക, എന്നിട്ട് പറയണോ ആകാശവും ഭൂമിയും വരാൻ പോകുന്നു. എൻ്റെ പൊന്ന് ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ലാംഗ്വേജ് ആണ്. ബൈബിൾ പഠിക്കണമെങ്കിൽ റീറ്റോറിക്കൽ ഡിവൈസസ് പഠിക്കണം, ലിറ്റററി ഡിവൈസസ് പഠിക്കണം. ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഇഷ്ടം പോലെ തെളിവുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിക്കുക, ഒന്ന് നോക്കുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ഒരു പുതിയ സോഷ്യൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്, ഒരു സോഷ്യലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന് നമ്മളെക്കൊണ്ട് വല്ലതും സാധിക്കുന്നുണ്ടോ? എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, അത് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഒരു വലിയ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കണം. നമ്മൾ ഏത് സഭയാണെങ്കിലും ശരി, അതിനുവേണ്ടി ദൈവം പലരെയും ഉപയോഗിക്കും. രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപയോഗിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, അതിന് ദൈവം ഒരുപാട് ലീഡേഴ്സിനെ ഉപയോഗിക്കും. അത് ചർച്ച് ലീഡേഴ്സിനെ മാത്രമല്ല. ഇവിടെ നീതി നടപ്പാക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ എഴുന്നേറ്റ് വന്നാൽ ആ വ്യക്തിയുടെ മേൽ ഒരു ദൈവികമായ നിയോഗം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇവിടുത്തെ പോലീസ് ഫോഴ്സ് അവരും ദൈവരാജ്യത്തിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇവിടുത്തെ അധ്യാപകർ ദൈവരാജ്യത്തിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരാണ്. ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, നീതി നടപ്പാക്കുന്നെങ്കിൽ, ജസ്റ്റിസ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നെങ്കിൽ, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നെങ്കിൽ അവർ ദൈവരാജ്യത്തിൻ്റെ അകത്താണ്. അല്ല അവർ എൻ്റെ സഭയെ വരണം, അവരെൻ്റെ സഭയെ വന്നിട്ട് ബാപ്റ്റിസം എടുക്കണം എങ്കിൽ മാത്രമേ ആകത്തുള്ളൂ എന്ന് പറയുന്ന നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഈ കൊച്ചു പിള്ളേരെ പോലുള്ള ചിന്താഗതിയുമായിട്ട് നമ്മൾ നടന്നിട്ട് ഒരു കാര്യവുമില്ല. കൊച്ചു പിള്ളേരെ പോലെ വെറും നേഴ്സറി ലെവലിലുള്ള ചിന്താഗതിയും കൊണ്ട് ഇവിടെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവരെ അല്ല ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. താലന്തുകളുടെ ഉപമ, ഇതൊക്കെ ദൈവരാജ്യവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. താലന്തുകളുടെ ഉപമ, യേശു സംസാരിച്ചത് മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ച്. അത് യേശു ഇനോഗ്രേറ്റ് ചെയ്തു. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഒന്നുകൂടെ പറയാം, വന്നു കഴിഞ്ഞു. ഇത് യേശുക്രിസ്തു ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണം തീർന്നത്, പല ആൾക്കാരും ചിന്തിക്കുന്നത് ന്യായപ്രമാണം തീർന്നത് യേശുവിൻ്റെ ക്രൂശ് മരണത്തിലാണെന്നാണ്. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലല്ല ന്യായപ്രമാണം അവസാനിച്ചത്. ന്യായപ്രമാണത്തിൻ്റെ വ്യക്തമായ ബിംബം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ദി ടെമ്പിൾ ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ നഗരമായ, ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ ആലയം AD 70 തകർന്നു. ജോസിഫസ് അതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞു. നടന്നു കഴിഞ്ഞ സംഭവങ്ങൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒന്നും ഇനി വരാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇനി അതൊന്നും നമ്മൾ ഈ ഭാഗവുമായിട്ട് ഒരു ബന്ധവുമില്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ യുദ്ധമുണ്ട്, ക്ഷാമമുണ്ട്, ഭൂകമ്പമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്തോ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വരാൻ പോകുന്നു. ഇതൊക്കെ ജനങ്ങളെ ചുമ്മാതെ ഭയപ്പെടുത്തി അവരെ അടിമയാക്കാൻ, ഇത് അടിമയാകാൻ വേണ്ടി കുറേ അടിമകൾ ഇവിടെ ഉണ്ട്. അടിമയാകാം, എന്ത് കേട്ടാലും വിശ്വസിക്കാൻ കുറേ അടിമകളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവർ പ്രസംഗം കേട്ടാൽ, എന്ത് കേട്ടാലും
ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്ന അടിമ വിശ്വാസികൾ ഒന്നിനും കൊള്ളത്തില്ല. തലച്ചോറ് പോലും ഒരു കാശിന് കൊള്ളുകയില്ല. കാരണം അടിമകളാണ്, മതത്തിൻ്റെ അടിമകൾ, കുറേ പ്രസംഗകരുടെ അടിമകൾ, പ്രീച്ചേഴ്സിൻ്റെ അടിമകൾ, കൂടുതൽ സ്ത്രീകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ മതത്തിൻ്റെ ഈ ഈ ഈ കള്ളത്തരങ്ങളുടെ പുറകെ പോകുന്നതിൽ 99% സ്ത്രീകളാണ്. നിങ്ങൾ ഇവിടുത്തെ പല മീറ്റിങ്ങുകളും നോക്കുക, ഈ പല കൺവെൻഷന്, മീറ്റിംഗ്, പ്രസംഗം നിങ്ങൾ നോക്കിയ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ പോകുന്ന സ്ത്രീകളാണ്. പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ പ്രസംഗകർ പറയുന്നതെല്ലാം ഇവരങ്ങ് വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇവരാണ് ബഹളം ഉണ്ട്. ആകെപ്പാടെ ക്യാമറ തിരിക്കാൻ പറ്റിയത് ഈ സ്ത്രീകളുടെ അടുത്തോട്ടാണ്. അവിടെയുള്ള ഒരു ആകെപ്പാടെ ബഹളം. ഈ ബഹളത്തിൻ്റെ അകത്ത് മയങ്ങി മായാ ലോകത്തിൻ്റെ അകത്ത് ഹിസ്റ്റീരിയ ആണ്, മാസ് ഹിസ്റ്റീരിയ ആണ് ചെയ്യുന്നത്. മാസ് ഹിസ്റ്റീരിയ. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയും നിങ്ങളുടെ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിഞ്ഞു. മാസ് ഹിസ്റ്റീരിയ ചെയ്ത് നിങ്ങളെ മയക്കുകയാണ്. ഹിപ്നോട്ടിസം ചെയ്യുകയാണ്, ഹിപ്നോസിസ് ചെയ്യുകയാണ്, ഹിപ്നോ തെറാപ്പിയ. അത് ഞാൻ സമ്മതിക്കുന്നു, നല്ലതാണ് ഒരു ഹിപ്നോ തെറാപ്പി ചെയ്താൽ. ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര റിലീഫ് ഉണ്ടാകുന്നു. ഒന്നാം തരം ഹിപ്നോസിസ് ആണ്. ഇവിടെ ഒന്നാം തരം മെൻ്റലിസ്റ്റുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാം തരം മെൻ്റലിസ്റ്റ്. ഇവിടെ കുറേ പ്രവാചകന്മാരുണ്ട്. ഇവിടെ ഒന്നാം തരം മെൻ്റലിസ്റ്റുണ്ട്. നിങ്ങളെക്കാളും നന്നായിട്ട് പ്രവചിക്കാനും രഹസ്യങ്ങൾ പറയാനും ഒന്നാം തരം മെൻ്റലിസ്റ്റുകൾ, ഹിപ്നോ തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഇവിടെയുള്ള കെടികെട്ടിയ പ്രവാചകന്മാരെക്കാളും, ഇവിടെയുള്ള കെടികെട്ടിയ കള്ളപ്രവാചകന്മാരെക്കാളും ഒന്നാം തരം മെൻ്റലിസ്റ്റുകളുടെ ഫോൺ നമ്പർ ഞാൻ തരാം. മാസ് ഹിസ്റ്റീരിയ നടത്തുന്ന, കൈ ഉയർത്തുമ്പോൾ താഴെ വീഴുന്ന ഒന്നാം തരം മാസ് ഹിസ്റ്റീരിയ നടത്തുന്നവരെ നിങ്ങൾക്ക് അവരുടെ നമ്പർ വേണേൽ തരാം. അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് തരാം. മാസ് ഹിസ്റ്റീരിയ. ഏതൊരു സൈക്കോളജിസ്റ്റിനും ഇതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റും. വ്യാജമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഇവിടെ നടത്തുന്ന പലതും ഒന്നാം തരം ഹിസ്റ്റീരിയയാണ്, മാസ് ഹിസ്റ്റീരിയയാണ്. നോക്കി താഴെ ഇടാൻ പറ്റും, കൈ ഉയർത്തി താഴെ ഇടാൻ പറ്റും, ഊതി താഴെ ഇടാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ, ഇപ്പം ഞാൻ വായിച്ചു, പുതിയ ആകാശവും പുതിയ ഭൂമിയും, അത് കർത്താവിൻ്റെ ശരീരമായ സഭയാണ്. സഭയ്ക്ക് ശക്തിയുണ്ട്. സഭ, ചേർച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ AD 70 പുതിയ ആകാശവും പുതിയ ഭൂമി, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് പുതിയ യെരുശലേം. എല്ലാവരും വെളിപ്പാട് പുസ്തകം എടുത്ത് ഇനി നടക്കാൻ പോകുന്ന സംഭവമാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ അംഗനവാടി പിള്ളേരെ പഠിപ്പിക്കാൻ കൊള്ളാം. വിവരമുള്ളവരെ ഒന്നും ഇത് വിശ്വസിക്കുകയല്ല. വിവരമുള്ള ആരും വിശ്വസിക്കുകയല്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ മേലൊക്കെ ഭൂതമാണ്, പിശാചാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. ആര് പേടിക്കുന്നെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരാണ് പേടിക്കുന്നത്? ഭയപ്പെടുത്തുകയാണ്, ആളുകളെ പേടിപ്പിക്കുകയാണ്. ആരാണ് പേടിക്കുന്നത്? ഈ ലോകത്തിൽ ദുഃഖമില്ലാത്ത ആരുണ്ട്? കഷ്ടതയില്ലാത്ത ആരുണ്ട്? രോഗമില്ലാത്ത ആരുണ്ട്? മാനസിക ബുദ്ധിമുട്ടില്ലാത്ത ആരുണ്ട്? സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ആരുണ്ട്? എല്ലാവർക്കും ഉണ്ട്. ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ഇതൊന്നുമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വിറ്റ്, ദൈവത്തിൻ്റെ പേര് ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്ത് അതിനൊരു കൺസ്യൂമർ പ്രൊഡക്റ്റാക്കി വിറ്റ് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ആളുകൾ, അവരാണ് ദൈവിക ന്യായാസനത്തിന് മുന്നിൽ നിൽക്കാൻ പോകുന്നത്. അവരാണ് ഈ പറയുന്ന ന്യായാസനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നത്. ഇതിനെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ആക്കുന്ന, ബൈബിളിനെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ആക്കുന്ന, ബാറുകളിലെ നൃത്തത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, ഡാൻസ് ബാറുകളിലെ നൃത്തത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഡാൻസും പാട്ടും കൂത്തും ലൈറ്റും പുകയും വെച്ച് ദൈവത്തിൻ്റെ സഭയാണെന്ന വ്യാജ പരിപാടി നടത്തുന്നവർ, നിങ്ങളാണ് ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ല. ഇതിനേക്കാളും ഭേദം വല്ലോ ഡാൻസ് ബാറിൽ പോയി ഡാൻസ് ചെയ്യുന്നതാണ്. ദൈവത്തിന് ആരുടെയും ഡാൻസ് വേണ്ട. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക.
ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ലാത്തവരെ ശപിച്ച് ഭസ്മമാക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾ ശപിച്ചാൽ ഏൽക്കുന്നതൊന്നുമല്ല സത്യം. സത്യത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഭവവികാസങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. കേരളത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്, എന്തും ചെയ്യാം, എത്ര ശബ്ദവും വെക്കാം. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള, പൊളിറ്റിക്കൽ പവറുള്ള, പൈസയുള്ള സഭയാണ് കത്തോലിക്ക സഭ. വേണമെങ്കിൽ വത്തിക്കാൻ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കത്തക്ക രീതിയിൽ പവറുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. അല്ലാതെ ഇവിടുത്തെ ചുമ്മാതെ അവിടെ ഇവിടെയുള്ള ഇൻഡിപെൻഡന്റ് ചുമ്മാ ഈ എന്താ പറയുന്നത്, ആ സഭ ഈ സഭ മറ്റേ സഭ അന്നമാമയുടെ സഭ ബാബുച്ചാൻ്റെ സഭ അതുപോലത്തെ സഭയല്ല. അവർക്ക് പോലും വടക്കേന്ത്യയിൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. FIR ഇട്ട് കഴിഞ്ഞെന്നാണ് വാർത്ത. അന്നേരമാണ് വടക്കേന്ത്യയിൽ അവിടെ ഇവിടെ എല്ലാം ഓരോ സഭയുണ്ടാക്കി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ കാലത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന ഒരു വലിയ ഭീകരതയാണെന്നും പറഞ്ഞുകൊണ്ട് വെറും കളിപ്പീര് പരിപാടി. പുതിയ ആകാശവും പുതിയ ഭൂമിയും താണ്ട് വരാൻ പോകുന്നു. അന്നേരം നമുക്ക് ആഘോഷിക്കാം, ആനന്ദിക്കാം. വെറുതെയാണ്. ഇന്ന് നിങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ രാജ്യമുണ്ടോ? എന്നിൽ ദൈവരാജ്യമുണ്ടോ? ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യണം. എന്നിൽ ദൈവരാജ്യമുണ്ടോ? എൻ്റെ വീട്ടിൽ ദൈവരാജ്യമുണ്ടോ? പുറത്ത് ദൈവരാജ്യമുണ്ടോ? ഈ കളിപ്പീര് പറ്റിപ്പോയാൽ അത് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലെ വിളിച്ചു പറയും. അതാണൊരു ആവശ്യം, ഒരു തൻ്റെ ഇടമെന്ന് പറയും. എനിക്ക് പറ്റിയ തെറ്റ്, അത് തെറ്റായിപ്പോയി എന്ന് വിളിച്ചു പറയും. അതുകൊണ്ട് ബൈബിളിനെ ദയവ് ചെയ്ത് വിൽക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ വിൽക്കരുത്. യേശുവിനെ വിൽക്കരുത്. യേശുവിനെ വിറ്റ് പൈസ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ മാന്യമായിട്ട് ജോലി ചെയ്യുക. അതേ ഉള്ള ഏറ്റവും നല്ല പണി. പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇത് വിൽക്കുകയല്ല, യേശുവിനെ വിൽക്കുകയല്ല, യേശുവിനെ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ആക്കുകയല്ല, മാർക്കറ്റ് ചെയ്യുകയല്ല, യേശുവിനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത്, യേശുവിനെ അല്ല അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, അവരവരെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് ആ ഗതികേട് സഭയ്ക്കില്ല. സഭ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്. സഭ ഇതിൻ്റെയൊക്കെ മേളിലാണ്. നമ്മൾ പറയത്തില്ലേ, അതുക്കും മേലെ, അതിൻ്റെയൊക്കെ മേലെയാണ്. ഈ മാതിരി തരംതാണ പരിപാടി കാണിച്ച് ഒരിക്കലും അത്ര ഗതികെട്ടവനല്ല എൻ്റെ കർത്താവ്. സഭയ്ക്ക് ആ ഗതികേടില്ല. ഇത്രയും തരംതാണ പരിപാടികൾ കാണിച്ച് ആളെ കൂട്ടേണ്ട ഗതികേട് യേശു ക്രിസ്തുവിനില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ പറയട്ടെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് വന്നു കഴിഞ്ഞാൽ AD 70 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ വന്നു കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ പരിപാടികളെല്ലാം തീർന്നു. ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് എന്താണ്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ എൻ്റെ വചനങ്ങളിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് യേശു പറഞ്ഞത് പലരും ചിന്തിക്കുന്നത് മേളിലെ ആകാശം താഴെ ഇവിടെ ഇരിക്കുന്ന ഭൂമി മാറുന്ന കാര്യമാണ്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. കാരണം ഹെർമനോട്ടിക്സ് നേരെ ചുവേ പഠിപ്പിക്കുകയല്ല. അലിഗോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, മെറ്റഫേഴ്സ് ഉണ്ട്, റീറ്റോറിക്കൽ ഡിവൈസസ് ഉണ്ട്, ലിറ്റററി ഡിവൈസസ് ഉണ്ട്. ബൈബിൾ വായിക്കണമെങ്കിൽ ലിറ്റററി ഡിവൈസസ് മുഴുവൻ പഠിക്കണം. ഇല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ പറ്റുകയില്ല. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടത് ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ബൈബിൾ കോളേജുകൾ ഇതൊട്ട് പഠിപ്പിക്കുന്നുമില്ല. ഞാനിതൊക്കെ പറയുമ്പം എന്നോട് നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ട് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്താലും സത്യം സത്യമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യാനന്തര കാലമാണ്, പോസ്റ്റ് ട്രൂത്ത് എറയാണ്. ഇവിടെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ, അവരതുകൊണ്ട് അങ്ങ് ജീവിക്കട്ടെ. വ്യാജപ്രവചനം, കള്ളപ്രവചനം, മാസ് ഹിസ്റ്റീരിയ നടത്തിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കതിലൊരു പ്രശ്നവും ഇല്ല. ഒരു സൈക്കോളജിക്കൽ തെറാപ്പി എനിക്ക് നടത്തിക്കോ. പക്ഷെ അത് പരിശുദ്ധാത്മാവിൻ്റെ മേൽ കെട്ടിവെക്കരുത്. മാസ് ഹിസ്റ്റീരിയ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല.
വണ്ടി നമ്പർ പറയുക. ഇത്ര നാണം കെട്ട പരിപാടിയാണ്. ഓരോരുത്തരുടെയൊക്കെ പ്രവചനം കേട്ട വണ്ടി നമ്പർ പറയുക. നിങ്ങളുടെ വീടിൻ്റെ പുറകിൽ എന്തുണ്ട്? അലക്കുകല്ലുണ്ട്. ഇത്ര നാണം കെട്ട ഒരു പരിപാടിയാണോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? നിന്റെ വീടിൻ്റെ പുറകിൽ ടോയ്ലറ്റ് ഉണ്ട്. ഇത്ര അത് പറഞ്ഞിട്ട് വേണം നിന്നെക്കൊണ്ട് യേശുവിൽ വിശ്വസിപ്പിക്കാൻ. നിങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ചുവന്ന ടാപ്പുണ്ട്, അവിടെ ഒരു അങ്കനവാടിയുണ്ട്. വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു തുണി ചുമ്മാതെ കിടക്കുന്നു, കഴുകാതെ കിടക്കുന്നു, ഭയങ്കര നാറ്റമാണ്. ഇങ്ങനത്തെ കള്ളപ്രവാചകന്മാർ, വ്യാജം പ്രവചിക്കുന്നവർ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. അവരെ പൊക്കിക്കൊണ്ട് നടന്ന് നിന്റെ പോക്കറ്റിലോട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ കേൾക്കുന്നത് കേൾക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഇവർ ഗുണ്ടകളായിട്ടിരിക്കുകയാണ്, വലിയ വില്ലന്മാർ, ആളുകളെ ഇട്ട് അടിപ്പിക്കുക. അങ്ങനെ ആർക്കെങ്കിലും അടിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്പർ തരാം, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് അടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ. കാരണം ഈ തരത്തിലാണ് സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ. ഇവരുടെ അകത്താണ് പിശാച്, ഭൂതം കയറിയിരിക്കുകയാണ് ഇവരുടെ അകത്ത്. ഇവരാണ് ഭൂതം. സഭയെ വിൽക്കുകയാണ്. എവിടെ നോക്കിയാലും കുറേ പോസ്റ്ററും വെച്ചിട്ട് യുഗാന്ത്യം വന്നു കഴിഞ്ഞു, യുഗാവസാനം വന്നു കഴിഞ്ഞു, കർത്താവിൻ്റെ വരവാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പിന്നെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നത്? കർത്താവിൻ്റെ വരവ് ഇത്രയാണ്. നിങ്ങൾക്ക് ഇതൊരു കൂടിയ പ്രത്യാശയാണെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോകുന്നു, യേശു ദാണ്ട് വരാൻ പോകുന്നു, നിങ്ങൾ പിന്നെ എന്തിനാണ് ബാങ്ക് ബാലൻസ്? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ട. നിങ്ങൾ ബൈബിൾ കോളേജ് വിടൂ. അവരെ വീട്ടിലിരുത്തി ഉപവസിപ്പിച്ച് പ്രാർത്ഥിപ്പിച്ച് വല്ല കൃപാവരവും പ്രാപിച്ച് അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, എയ്ഡ്സ് രോഗി സൗഖ്യമാകട്ടെ, എല്ലാം ചെയ്യൂ. അതുകൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിക്ക് വേണ്ടിയൊന്നും ഇനി ആരും കാത്തിരിക്കേണ്ട. എല്ലാം വന്നു കഴിഞ്ഞു. AD 70 എല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. വെറുതെ അതിനുവേണ്ടി നമ്മൾ നോക്കിയിരുന്ന സമയം കളയണ്ട. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പറ്റുന്ന പോലൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ദയയും കരുണയും എല്ലാം നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്. ദൈവം സ്നേഹം തന്നെ. ദൈവം നിന്നെ തീക്കകത്തിട്ട് വറുത്ത് പൊരിച്ച്, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടു, എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗിക്കുന്നവർ പോകുമോ? എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്ന് അറിയത്തില്ല. അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാൻ. അപ്പം വിശുദ്ധിയൊക്കെ 100% വിശുദ്ധി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുമോ? നിങ്ങൾ പറ. 100% വിശുദ്ധി ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോവുമോ? ഈ പറയുന്ന വിശുദ്ധിയും വേർപാടും എല്ലാ ഉപദേശവും എല്ലാം ഉള്ളവരാണ് ഇവരെല്ലാവരും. അങ്ങനെയാണെങ്കിൽ ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? 100% ഇല്ലാത്തവർ പോകത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുകയല്ലോ. 100% വിശുദ്ധി വേർപാടുമുള്ളവരെ പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ പോകുന്നത്? ഭയങ്കര പാടാ. അപ്പം പോകുമോ പോകത്തില്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് ആ ഒരു വലിയ പ്രത്യാശ ഉണ്ടെന്നൊക്കെ പറയും. ഒരു ഉറപ്പുമില്ല. ഇവരെല്ലാം ഈ വിശുദ്ധന്മാരെ, ഈ പറയുന്ന ഇവരെല്ലാം എല്ലാവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ എന്ത് കാണിക്കാനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്വർഗത്തിൽ എന്തോ ചെയ്യാനാണ്? അവിടെ പോയിട്ട് നിങ്ങൾ എന്നാ ചെയ്യാനാ? അവിടെ എന്തോ പരിപാടി? അവിടെ പോയിട്ട് എന്താ കാണിക്കാനാ? ആവശ്യമില്ലാത്ത ചുമ്മാതുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ ബുദ്ധി പോലും കെട്ടി. അതാണ് ഏറ്റവും വലിയ ബന്ധനം, ഏറ്റവും വലിയ കെട്ട്. ബുദ്ധി കൊണ്ടുപോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തല മുഴുവനും വേറെ എന്തൊക്കെയോ നിറച്ച് ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടിവരെ ദൈവരാജ്യത്ത് ഇവിടെ സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് ദൈവ മഹത്വം കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കേണ്ട, ദൈവിക സ്വഭാവങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ സുവിശേഷം പറയാതെ തന്നെ ആളുകൾ സഭയിലേക്ക് കടന്നു വരത്തക്ക രീതിയിൽ നമുക്കെല്ലാം എനിക്കുൾപ്പെടെ മാറ്റം വരേണ്ടതായ ഒരു സന്ദേശമാണ് പറയേണ്ടത്. അതാണ് സുവിശേഷം. അല്ലാതെ ആൾക്കാരെ ഈ കറക്കിയെടുത്ത് മയക്കിയെടുത്ത് ഈ പ്രവചനം കേട്ട് എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? രോഗശാന്തി കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? അല്ലാതെ രക്ഷിക്കപ്പെടുത്താൻ ദൈവത്തിന് എന്താ ശക്തിയില്ലേ? ദൈവം സർവശക്തനല്ലേ?
ദൈവത്തിൻ്റെ ഒംനിപോട്ടൻറ്റിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവം സർവശക്തനല്ലേ. ആ സർവശക്തനായ ദൈവത്തിന് ഒരാളെ രക്ഷിക്കാൻ പോലുള്ള ശക്തിയില്ല. അവർ ഇനി രോഗശാന്തി പ്രവചനം, നിൻ്റെ വീടിൻ്റെ അകത്ത് അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ച് ഇതിനേക്കാളിലും ഭേദം അല്ല മന്ത്രവാദിയുടെ അടുത്ത് പോകുന്ന, ജ്യോതിഷക്കാരൻ്റെ അടുത്ത് പോകുന്ന, ഇത്ര നാണം കെട്ട പരിപാടിക്ക് പോകുന്നതിനേക്കാളും നല്ലത്. അതുകൊണ്ട് ഇതൊക്കെ പരസ്യമായി പറയുമ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചല്ല. ഇത് എനിക്കറിയാം ലൈവാണ്, ഞാൻ ഇതൊന്നും പറയാനല്ല ഇരുന്നത്. അപ്പോൾ ഇത് പബ്ലിക്കിനോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ധൈര്യമില്ല എന്ന് വന്നു പോകും. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാകുന്ന ഈ ദൈവത്തിൻ്റെ സഭയാകുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമി, ആ ന്യൂ കവനൻ്റ്, പുതിയ ഉടമ്പടിയാണ്. പഴയത് കഴിഞ്ഞു പോയെന്നല്ലേ. അപ്പോൾ ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. അപ്പോൾ രണ്ടാമത്തേത് എന്തുവാ? രണ്ടാമത്തേതാണ് പുതിയ ഉടമ്പടി. ഒന്നാമത്തെ ഉടമ്പടി മോശയുടെ ഉടമ്പടി, മരണത്തിൻ്റെ ശുശ്രൂഷ. ഈ മോശയുടെ സ്പിരിറ്റ് മരണ ശുശ്രൂഷയാണ്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും, ഇനി അതും ചിലർക്ക് പിടികിട്ടുകയല്ല, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും എന്തോ കിടക്കുക, മൂടുപടം കിടക്കുക. മരണത്തിൻ്റെ ശുശ്രൂഷയാണ് മോശയുടെ ശുശ്രൂഷ. മരണ ശുശ്രൂഷ, മരണത്തിൻ്റെ ദൂതനാ പഴയ നിയമം മുഴുവൻ അടിച്ച് തകർത്തുകൊണ്ടിരുന്നത്. അടിച്ച് തകർക്കുകയാണ്, കൊല്ലുകയാണ്. ഗർഭിണികളെ പോലും വെറുതെ വിട്ടില്ല മരണദൂതൻ. എല്ലാവരെയും കൊല്ലുക, രക്തച്ചൊരിച്ചില്ല. ഇത് കണ്ട് ഭയങ്കര ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നൊക്കെ പറയുന്നവരെ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്പിരിറ്റാണ്? മനുഷ്യത്വമില്ലാത്ത ഈ ആത്മാവിനെ കൊണ്ട് എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് ചോദിക്കുന്നു. യേശു ചോദിക്കുകയാണ്, നിങ്ങളെന്തോ ഏലിയാവിൻ്റെ ആത്മാവിലാണ്? ആണ് ഏലിയാവിനെ പോലൊക്കെ അത്ഭുതം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. ഏത് ആത്മാവിന് അധീനരാണ്? എന്തോ സ്പിരിറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. സമാധാനമായിട്ട് മനുഷ്യനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ശപിക്കാൻ വരുക. ശാപവും പരിപാടികളും ഒക്കെ കൈവച്ചാൽ മതി. ആ പരിപാടിയൊക്കെ പോക്കറ്റ് വെച്ചാൽ മതി. അതൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ പേടിപ്പിക്കുന്നത്. ഇപ്പം ആരും പേടിക്കത്തൊന്നുമില്ല. ഇപ്പോഴത്തെ എന്താ പറയുന്നത്, തലമുറയെന്ന് പറയുന്നത് അങ്ങനെ പേടിക്കുന്ന തലമുറയൊന്നുമല്ല. അതുകൊണ്ട് ബൈബിളിനെ ഒറിജിനലി ഇൻറ്റർപ്രറ്റ് ചെയ്യാതെ, ബൈബിളിനെ ശരിയായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഈ തരത്തിൽ മതം നിങ്ങൾ പഠിപ്പിക്കുന്നത് മാർഗമല്ല പ്രിയപ്പെട്ടവരെ, മതമാണ് പഠിപ്പിക്കുന്നത്. നിനക്ക് ആക്സിഡൻറ്റ് വരും, ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് അത് സംഭവിക്കുന്നൊക്കെ പേടിപ്പിക്കുന്ന കാലമൊക്കെ പോയി. ആ പരിപാടിയൊക്കെ നിർത്തിക്കോ. പിള്ളേരൊന്നും പേടിക്കത്തില്ല, തിരിച്ചു പറയുന്ന കാലമാണ്. അതുകൊണ്ട് ഈ കള്ളത്തരം ദയവ് ചെയ്ത് നിർത്തണമെന്ന അപേക്ഷയോടെ ഈ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല നല്ല കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്തുവാ? ഗുണ്ടായിസമാണ്. ആ പരിപാടി ഒന്നും നടക്കുകയല്ല. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇത് മതത്തിൻ്റെ കാലമല്ല. ദൈവസ്നേഹം പ്രസംഗിച്ചാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൃത്യമായി പ്രസംഗിച്ചാൽ ആളുകൾ അതിലേക്ക് വരും. അല്ലാതെ വ്യാജ പ്രവചനവും രോഗശാന്തിയുടെ തട്ടിപ്പും പരിപാടികളും എല്ലാം മടക്കി വെച്ചിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വരണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും AD 70 ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു അവസാനത്തോടെ, യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയോടെ സഭ വന്നപ്പോൾ ഇതെല്ലാം പഴയതെല്ലാം മാറി പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷം. സുവിശേഷം നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നതല്ല. സുവിശേഷം നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കത്തില്ല. സുവിശേഷം ആരെയും ഭയപ്പെടുത്തത്തില്ല. നല്ല വിശേഷമാണ്. അല്ലാതെ സഭയെ ഇങ്ങനെ ഒരു സഭയെ മുറിച്ച് ഒരു സഭയുണ്ടാക്കി 10 സഭകളാക്കുന്നതല്ല നിങ്ങളുടെ സുവിശേഷം. ഇത് പ്രസംഗിച്ചാൽ പിന്നെ ആരെങ്കിലും നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കുമോ, മീറ്റിങ്ങിന് വിളിക്കുമോ? വേണ്ട. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് സത്യാനന്തര കാലത്തിൽ, പോസ്റ്റ് ട്രൂത്ത് എറയിൽ, ഈ സത്യാനന്തര കാലത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ സോപ്പിട്ട് ഈ കള്ളത്തരമെല്ലാം കൂടെ പ്രസംഗിച്ചാൽ നല്ല സുഖമാണ്. അങ്ങനത്തെ സുഖം വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനത്തെ സുഖത്തിൻ്റെ ആവശ്യമില്ല. ഒരു സഭയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക അല്ലേ? മാർത്തോമായിന്നും CSIന്നും ഓർത്തഡോക്സിന്നും യാക്കോബയിന്നും ഒക്കെ അവിടെ മാത്രം വല വിരിച്ചു നോക്കി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഇവരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ മറ്റ് മതത്തിൽപ്പെട്ടവരുടെ അടുത്ത് പോയി അവരോട് സുവിശേഷം പറ. മർത്തോമാക്കാരനെ അടിച്ചുകൊണ്ട് പോവുക, ഓർത്തഡോക്സുകാരനെ അടിച്ചുകൊണ്ട് പോവുക, നാണമില്ലേ? CSIക്കാരനെ അടിച്ചുകൊണ്ട് പോവുക, ഇവാഞ്ചലിക്കക്കാരനെ അടിച്ചുകൊണ്ട് പോവുക. അച്ഛന്മാർ കിടന്ന് ഉറങ്ങുന്നുണ്ടാ? അതാണൊരു വലിയ പ്രശ്നം. ഉത്തരവാദിത്വം ഇല്ലാത്ത കുറേ അച്ഛന്മാരുണ്ട്. അവർ കിടന്ന് സുഖിച്ചുറങ്ങുക. അതുകൊണ്ടാണ് ഇവർ കയറി, പാസ്റ്റർമാർ കയറി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇനി അത് നടക്കുകയല്ല. ഒരുപാട് ചെറുപ്പക്കാർ എഴുന്നേറ്റിട്ടുണ്ട്. കുറേ സ്ത്രീകളെ ഈ തരത്തിൽ വിളിച്ചുകൂട്ടി പ്രാർത്ഥനയ്ക്കകത്തിരുത്താം. നിങ്ങൾ നോക്കിയേ, ക്യാമറ മുഴുവൻ തിരിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തോട്ടല്ല, പുരുഷന്മാരുടെ ഭാഗത്തോട്ട് ആരെങ്കിലും കാണും? ആകെപ്പാടെ 4-5 പേര് കാണും. അത് ഈ സ്ത്രീകൾ പറഞ്ഞിട്ട് വരുന്നവരാ. ഞാൻ ഈ പല യൂട്യൂബിലും ലൈവ് കണ്ടു. കുറേ പുരുഷന്മാരിപ്പുണ്ട്. ഈ സ്ത്രീകൾ പേടിപ്പിച്ച് അച്ചായനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നതാണ്. അമ്മാമ്മ പറയുന്നത് കേട്ടിങ്ങി പോരും. പിന്നെ ഈ വ്യാജപ്രവചനം, ഇതും കേട്ട അമ്മാമ്മ ഭയങ്കരമായിട്ട് തുള്ളി ചാടുന്ന കണ്ടിട്ടില്ലേ? ഇവരൊക്കെ മർത്തോമാക്കാരാ, CSIക്കാരാ, ഓർത്തഡോക്സുകാരാ, യാക്കോബക്കാരാ, ഇവാഞ്ചലിക്കക്കാരാ. അവരെല്ലാം അവിടുന്ന് കൊണ്ടുവന്നിരിക്കുക അടിച്ചു മാറ്റി. നിങ്ങൾ ഇപ്പോൾ പോകേണ്ടത് എവിടെയാണെന്നറിയാം? ഛത്തീസ്ഗഡിലേക്ക് പോകും. ധൈര്യമുണ്ടോ? ഇവിടുത്തെ അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന പാസ്റ്റർമാരോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലൈവ് പിന്നെ കേൾക്കുന്നവരോട്, ധൈര്യമുണ്ടോ ഛത്തീസ്ഗഡിൽ പോകാൻ? മതപരിവർത്തന നിരോധന ബില്ല് ഏർപ്പെടുത്തിയ സ്ഥലത്ത് പോയി ഇനി പബ്ലിക്കായിട്ട് പ്രസംഗിക്കട്ടെ. ഈ അഭിഷേകമുള്ള, ശക്തിയുള്ള, അഭിഷേകം കൂടുതലുള്ള, പകർച്ച കൂടുതലുള്ള ഈ പുള്ളികളെല്ലാം ഒന്ന് പോട്ടെ. ഇവിടെ വ്യാജ പരിപാടി നിർത്തുന്നതാണ് നല്ലത്. സഭകളെല്ലാം ഉണർന്നിരിക്കുകയാണ്, ജാഗരൂകരായിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അച്ഛന്മാരോ വല്ലതും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഉറങ്ങുന്ന പരിപാടി നിർത്തുക. നിങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന്, പള്ളിക്കകത്തുനിന്ന് ആളെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. മർത്തോമാക്കാരെ ശ്രദ്ധിച്ചോ? CSI, യാക്കോബ, ഓർത്തഡോക്സ് എല്ലാ അച്ഛന്മാരും ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല ഇത് പറയുന്നത്? പറയും. ഈ സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോം ഉള്ള കാലത്തുള്ളത് പറയും. നിങ്ങളുടെ പള്ളിക്കകത്തുനിന്ന് ആളെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. വിട്ടുകൊടുക്കരുത്. വ്യാജ സഭകളിലേക്ക്, വ്യാജ പ്രവചനം, കള്ളപ്രവാചകന്മാരുടെ സഭകളിലേക്ക് ഉള്ള കടത്തിണ്ണയുടെ മുകളിലെല്ലാം സഭയുണ്ടാക്കി. എവിടെ ഷട്ടർ ഉണ്ടോ അവിടെ എല്ലാം ഓരോ സഭയുണ്ട്. നിങ്ങളുടെ പള്ളിക്കകത്തുനിന്ന് ആളെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? സത്യ ഉപദേശം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യ ഉപദേശത്തിന് വിരുദ്ധമായ, യേശുനാമ ഉപദേശം പഠിപ്പിക്കുന്ന, യഹോവാ സാക്ഷികളുടെ ഉപദേശം പഠിപ്പിക്കുന്ന, വ്യാജ ആത്മാവിൽ കയറി പ്രവചിക്കുന്ന, കടത്തിണ്ണയ്ക്കകത്ത് സഭ ഉടങ്ങിയിരിക്കുന്ന ആ സഭയ്ക്കകത്തേക്ക് നിങ്ങളുടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളിതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം. ഞാനൊരല്പം വൈകാരികമായി സംസാരിച്ചു പോയി, ക്ഷമിക്കുക. കാരണം ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. ഇന്നറിഞ്ഞൊരു കാര്യമാണ്. ഒരു വ്യക്തിക്കെതിരെ കുറേ പേരിരുന്ന് പ്രാർത്ഥിക്കുക ആ വ്യക്തി ചാകാൻ. കാരണം ഈ പെന്തക്കോസ് കോളത്തിലോട്ട് ആൾ കുറഞ്ഞു. അപ്പം ആ വ്യക്തി ചാകാൻ വേണ്ടി പാസ്റ്റർമാർ പ്രാർത്ഥിക്കുകയാണ്. അവനെ ബന്ധിക്കണേ, അവനെ കെട്ടിക്കളെ, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞാണ്ട്. ഇതെല്ലാം പൈശാചിക ആത്മാവ് കയറിയിട്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വിളിക്കുന്ന സർവശക്തനായ ദൈവത്തെ ആണെങ്കിൽ ആ സർവശക്തനായ ദൈവത്തെ പിശാചിനോട് സമനാക്കല്ല. ഞായറാഴ്ചകളിലൊക്കെ പിശാചിനെ ഇങ്ങനെ വരച്ചു കാണിച്ച് ജനങ്ങളെ അടിമത്തത്തിലാക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവാകുന്ന ഏക സത്യ ദൈവത്തെ ഉയർത്താതെ പിശാചിനെ ഉയർത്തി നിന്റെ നന്മയെ കെട്ടിക്കളയുന്ന, നിന്റെ വാക്തത്വത്തെ കെട്ടിക്കളയുന്ന, നിന്നെ കെട്ടിമുറുക്കുന്ന ശക്തികളുണ്ട്. മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് ആദ്യം മുതൽ അവസാനം വരെ ഈ പാവങ്ങളെ ഇട്ട് തുള്ളിച്ച് വേറെ ആത്മാവിനെ കയറ്റി പേടിപ്പിച്ച ഈ പരിപാടി
പിന്നെ ഇവർക്കുള്ളതാണ് എതിർ പ്രാർത്ഥന നടത്തിക്കളി. പരിശുദ്ധ റൂഹായുടെ ആവാസമുള്ള ആളുകൾക്കെതിരെ എതിർ പ്രാർത്ഥന നടത്തിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കർത്താവിനെ കച്ചവട ചരക്കാക്കരുത്. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പുള്ളികളും. കർത്താവിനെ കച്ചവട ചരക്കാക്കുക. ഇതിൽ ഒരു സഭയെന്നൊന്നുമില്ല, ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. ഞാനിതിനകത്ത് ആരെയും തള്ളുന്നില്ല. കത്തോലിക്ക സഭ മുതൽ ഈ ന്യൂ ജനറേഷൻ സഭ വരെ കർത്താവിനെ കച്ചവട ചരക്കാക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പട പേടിച്ച് പന്തളത്തി എന്നപ്പം പന്തം കൊളുത്തി പടയെന്ന് പറയുന്ന പോലെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ നിന്ന് നിങ്ങൾ പോകരുത്. നിങ്ങൾ മാർത്തോമ വിട്ടു പോകരുത്, CSI വിട്ടു പോകരുത്, യാക്കോവ വിട്ടു പോകരുത്, ഓർത്തഡോക്സ് വിട്ടു പോകരുത്. ഇവർ പറയും ഇതാണ് സത്യം സത്യം എന്ന് പറഞ്ഞ് നിങ്ങൾ പട പേടിച്ച് പന്തളത്തി ചെല്ലുമ്പോൾ അവിടെ പന്തം കൊളുത്തി പടയാണ്, ഒന്നും കാണത്തില്ല. അതിനേക്കാളിലും ഗതികേടിലേക്ക് നിങ്ങൾ പോകും. അതിനേക്കാളും ഭേദം അവിടെ നിൽക്കുന്ന. കാരണം ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്, അതും പൂർണ്ണമൊന്നുമല്ല. ഞാനീ പറഞ്ഞ സഭകളൊന്നും പെർഫെക്റ്റ് ഒന്നുമല്ല. അവിടെ നിൽക്കുന്ന അച്ഛന്മാരൊന്നും പെർഫെക്റ്റ് അല്ല, ആ തിരുമേനിമാരൊന്നും പെർഫെക്റ്റ് അല്ല. അവിടെയുണ്ട് കള്ളത്തരം, അവിടെയുണ്ട് അനീതി, അവിടെയുണ്ട് അശുദ്ധി, അവിടെയുണ്ട് കൊള്ള. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടവും വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം. പക്ഷെ ഒരു കാര്യമുണ്ട്, തിയോളജി കറക്റ്റാണ്. ആളുകൾ ഇംപെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ സത്യവിശ്വാസമുണ്ട്. സത്യവിശ്വാസം അത് കൃത്യമാണ്, 100% കൃത്യമാണ്, 100% കൃത്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നതെന്നൂടെ മറക്കരുത്. അതുകൊണ്ട് അനുഭവത്തെ ഒന്നും ഖണ്ഡിക്കാൻ ആർക്കും പറ്റുകയില്ല. സത്യവിശ്വാസം, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം, ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി പറയുന്ന സഭ വിട്ടിട്ട് നിങ്ങളിവിടെ യേശുനാമം സഭയിൽ ദുരുപദേശ ഗ്രൂപ്പിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറയാത്ത എല്ലാ സഭകളും വ്യാജ സഭകളാണ്. യേശുനാമ സഭയ്ക്കകത്തും എല്ലാം യേശുനാമമാണ്. ഇവർ പറയും ഞങ്ങൾ യേശുനാമല്ല, തൃത്വവിശ്വാസികളാണ്. ഒന്നുമല്ല, എല്ലാം ഇത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും പറയേണ്ടി വന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ ഈ ലൈവ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.